ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ നീലഗിരിയിൽ ഗംഗാധരൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഗംഗാധരൻ വലിയ സന്തോഷത്തോടു കൂടിയൊക്കെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഗംഗാധരനിൽ നിന്ന് ആ സത്യങ്ങളൊക്കെ അറിയാനാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഗംഗാധരൻ്റെ ഭാര്യയും ഒക്കെ വന്ന് ബാലേന്ദ്രൻ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. എന്നൊരു മുന്നറിയിപ്പില്ലാതെ എന്താ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഗംഗാധരനെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രനെ ചതിച്ചതാണോ, 22 വർഷം മുമ്പ് എന്താണ് സംഭവിച്ചത്, വൈജയന്തിക്ക് വേറെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാണ് കേട്ടോ. അവസാനം നിർബന്ധിക്കുകയാണ്, എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ എന്ന് തന്നെ പറയാണ് ബാലേന്ദ്രൻ. അങ്ങനെ ബാലേന്ദ്രൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഗംഗാധരൻ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ തന്നെ ബാലേന്ദ്രനോട് പറയാണ് കേട്ടോ. അത് കേട്ടിട്ട് ബാലേന്ദ്രൻ ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ. 22 വർഷം മുമ്പ് വൈജയന്തി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് ബാലേന്ദ്രനോട് തന്നെ തുറന്നു പറയാണ്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടിയൊക്കെ ഇരിക്കുകയാണ്. മറ്റാരും ഉണ്ടാവരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ ലക്ഷ്യം വെച്ചിട്ടാണ് ബാലേന്ദ്രൻ അവിടെ നിന്ന് തിരികെ പോരുന്നത്. പിന്നീട് നമ്മുടെ അലീനനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അലീന വീട്ടിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്നതും എന്തോ കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പ്രമോ കാണിച്ചിട്ടില്ല. അങ്ങനെ അലീന വേഗം തന്നെ ഓടി പോകുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാലേന്ദ്രൻ വന്നതിന് ശേഷം വൈജയന്തിനെ പിടിച്ച് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തോക്ക് ചൂണ്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇത് കണ്ടിട്ടാവും അലീന ഓടി പോകുന്നത്. ഇത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മനുവിൻ്റെ ഒരു ഭാഗം കൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. മനുവിനെ നമ്മൾ അലീന ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.